ഹലോ ഫ്രണ്ട്സ്, MRPV ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഊട്ടി അതുപോലെ കൊടൈക്കനാലൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ സീസൺ ടൈമിൽ നമുക്ക് പാസ് വേണ്ടി വരാറുണ്ട്. അപ്പോൾ ചുരം കയറുമ്പോൾ അവിടെ പാസ് എടുത്ത് കൊടുക്കുന്നവരുണ്ടാവും. അവിടെ പോലെ അമിതമായിട്ടുള്ള പൈസയൊക്കെ വാങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ സിമ്പിളായിട്ട് എങ്ങനെ പാസ് എടുക്കാമെന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്ത് TN പാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് എന്നുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും. TN പാസ് എന്നുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹോം പേജിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഔട്ട്സൈഡ് ഇന്ത്യ അതുപോലെ വിത്തിൻ ഇന്ത്യ രണ്ട് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അവിടെ നമ്മൾ ഇന്ത്യക്കകത്തുള്ളവരായതുകൊണ്ട് വിത്തിൻ ഇന്ത്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ മൊബൈൽ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ OTP വന്നിട്ടുണ്ട്. OTP തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ലോഗിൻ ആവുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് നീലഗിരീസ്, രണ്ട് കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലാണ് പോകുന്നതെങ്കിൽ കൊടൈക്കനാൽ സെലക്ട് ചെയ്യുക. നീലഗിരി ആയതുകൊണ്ട് ഇവിടെ നീലഗിരി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഊട്ടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നീലഗിരിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മളെ നെയിം കൊടുക്കാനുണ്ട്. അതുപോലെ വിസിറ്റ്, എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ടൂറിസം ആണെങ്കിൽ ടൂറിസം എന്നുള്ളത് സെലക്ട് ചെയ്യുക. മറ്റ് ബിസിനസ് മറ്റ് ആവശ്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ ഏത് വാഹനത്തിലാണ് പോകുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഇയർ ഓഫ് മാനുഫാക്ചർ, അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ മാനുഫാക്ചർ ഡേറ്റ്, അതുപോലെ വെഹിക്കിൾ ടൈപ്പ് 4 വീലാണോ 2 വീലറാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്യൂവൽ നമ്മുടെ പെട്രോളാണോ ഡീസലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് എൻട്രി, ഡേറ്റ് ഓഫ് എക്സിറ്റ്, എന്നാണ് പ്രവേശിക്കുന്നത് എന്നാണ് തിരിച്ച് മടങ്ങുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എൻട്രി ചെയ്യുക. പിന്നെ കൺട്രി സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ അഡ്രസ്സ്, പിൻകോഡ്, പിന്നെ പ്ലേസ് ഓഫ് സ്റ്റേ, നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് എൻട്രി ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് പാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പാസ് ഡൗൺലോഡ്സിൽ കാണാൻ സാധിക്കും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് പാസ് ലഭിക്കുക. നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രവേശിക്കുന്ന അതുപോലെ തിരിച്ചു മടങ്ങുന്ന ഡേറ്റും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ് നമ്പർ, നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, നമ്മുടെ വെഹിക്കിള് 2 വീലറാണോ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്ര വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.